ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഞാൻ വീണ്ടും ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വന്നേക്കുവാ ഗായ്സ്. ഞങ്ങൾ മൂന്നാളും കൂടി ഒരു കുഞ്ഞു ട്രിപ്പ് പോവാം കേട്ടോ ഓട്ടോയിൽ. ഞങ്ങൾ എന്നും കൂടുതൽ ഓട്ടോയിൽ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഒന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കല്ല കേട്ടോ, റേഷൻ കട വരെ ഒന്നും പോകുക കേട്ടോ, മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി പോവുക കേട്ടോ. ഞാൻ അമ്മ വാവസ് എല്ലാം കൂടി ഇങ്ങ് പോവാം. പിന്നെ അച്ഛന് വെക്കണ്ട, അച്ഛന് മാസം മാസം അരി മേടിച്ചുകൊണ്ട് അച്ഛന് വെക്കണ്ട. പിന്നെ അനിയൻ വെക്കാമെന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഒപ്പം വന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പ്ലേസ് ആണ്. ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ കനാലിൽ കൂടെ, കനാലിൻ്റെ ഇപ്പുറത്ത് റോഡുണ്ട്. പിന്നെ കനാലിൻ്റെ സൈഡ്, റോഡിൻ്റെ സൈഡാണ് ഈ ഫുൾ കാണുന്നത് കേട്ടോ. നെൽകൃഷിയുണ്ട് ഈ ഭാഗം ഫുള്ള്. പിന്നെ ഇടയിലിടയിൽ കുറച്ച് തെങ്ങ് അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഏകദേശം എല്ലാം കൊയ്ത്ത് തുടങ്ങാറായി. മഞ്ഞ നിറം കാണുന്നുണ്ടോ? ഏകദേശം ചിലതെല്ലാം ആയി, ചിലതായിട്ടില്ല. നല്ല ഭംഗിയാട്ടോ. ഒരു 3-4 മാസത്തിന് മുന്നേ ആകെപ്പാടെ ഫുൾ പച്ച നിറം കേട്ടോ. ഇപ്പം അങ്ങനെ എല്ലാം ഗോൾഡ് നിറമായി, നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ സമയം ഒരു 5 മണി 5:30 ആവാൻ സമയത്തുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു കുളമുണ്ട് കാണുന്നുണ്ട്, ഒരു കുഞ്ഞു കുളമാണ്. പിന്നെ ആ കുളത്തോട് ചുറ്റും ഒത്തിരി തെങ്ങുണ്ട് കേട്ടോ. തെങ്ങും പിന്നെ ഇവിടെ കുറച്ച് മണ്ണൊക്കെ എടുത്ത് തന്നെയാണ് അവിടെ ഇങ്ങനെ കുന്നുപോലെ കാണുന്നത്. നല്ല വൈബാട്ടോ, ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കാനൊക്കെ നല്ല വൈബാണ് കാണാൻ. നല്ല മഴ വരുന്ന പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മലയൊന്നും കാണുന്നില്ല, മല ചെറുതായി കാണുന്നുണ്ട്. ആ കാണുന്നുണ്ടോ? അത് നമ്മുടെ കൊല്ലങ്കോടിൽ കാണുന്ന മലയാണ്. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ നമ്മുടെ റേഷൻ കണ്ട ഫ്രണ്ടിലങ്ങ് എത്തിയിട്ട് പോകുമ്പോൾ പിന്നെ അമ്മ ഓട്ടോയിൽ തന്നെ ഇരിക്കും, അമ്മയ്ക്ക് വെയ്യ. അപ്പോൾ അയാൾ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ തമ്പൊക്കെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് അതൊക്കെ ശരിയാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ നിന്ന് വീഡിയോ എടുത്തു. ഇവിടെ ഏട്ടാ അങ്ങ് റേഷൻ കട അരിയെല്ലാം മേടിക്കാൻ വരുന്നത്. വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് അത്രയൊക്കെ വരണ്ടുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ റേഷൻ കടയൊക്കെ എത്തും. ഒരു 2 പേരുണ്ട്, 2 കുട്ടികളൊക്കെ ഇങ്ങനെ മസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയം ഓട്ടോയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക. ഈ ഓട്ടോയിലാണ് ഞങ്ങൾ വന്നിട്ട് അമ്മയും ഹൗസ് ഇതാ ഇങ്ങനെ ഇരിക്കും. അമ്മയ്ക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല, അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങ് ഡോർ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കും. അപ്പോൾ അവരുടെ മസ്റ്ററിങ് കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അമ്മയ്ക്ക് ഓട്ടോയിൽ ഇങ്ങ് കയറാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എങ്ങനെയൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഞാനും അവസ്ഥയൊക്കെ ഇങ്ങനെ കൈകാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് ഇങ്ങനെ കയറ്റിയിട്ട് കൊണ്ടുവന്നതാണ്. അയാൾ ഇങ്ങോട്ട് തന്നെ ആ മെഷീൻ കൊണ്ട് വന്നു. അമ്മയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ 2 പേരും ഇങ്ങ് പിടിക്കണം, വീഴാനൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് അയാൾ ഇങ്ങനെ അടുത്ത് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഞാൻ ആധാർ കാർഡ് നമ്പർ ഇങ്ങ് പറഞ്ഞു കൊടുക്കുക. ഇപ്പറേ നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് ആധാർ കാർഡ് നമ്പറും പറഞ്ഞു കൊടുക്കുക. അമ്മയ്ക്ക് അധികം വരത്തില്ല എന്നാണ് തോന്നുന്നത്, കാരണം ഞങ്ങൾ ഗ്യാസ് ഡേ മസ്റ്ററിങ്ങിന് പോയിട്ടൊന്നും വന്നില്ലായിരുന്നു. പിന്നെ വൗസ് ഇങ്ങ് ചുറ്റും നിന്നിട്ട് കാഴ്ചയിലും ഇങ്ങനെ കണ്ടേ ഇരിക്കുമോ. ഗായ്സ് ഇതാട്ടോ ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. പഴയ സ്കൂളിലെ ആകത കണ്ടാൽ കാണുന്ന പൊട്ടി പൊളിഞ്ഞു പോയി. ഇപ്പോൾ അപ്പുറത്ത് പുതിയ സ്കൂളുണ്ട്. ഹൗസ് ഇവിടെ തന്നെ 4 വരെ പഠിച്ചു, ഞാനിവിടെ തന്നെയാണ്. സ്കൂളെല്ലാം കേട് വന്നത്. ഇതാണ് കേട്ടോ കുറ്റിപ്പാടം അംഗൻവാടി. ഞാൻ പഠിച്ച കുറ്റിപ്പാടം സ്കൂൾ GMP സ്കൂളിലാണ് പഠിച്ചത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ സ്കൂൾ അംഗൻവാടി തൊട്ട്. നമ്മുടെ മസ്റ്ററിങ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 3-4 ട്രിപ്പ് അയാൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. കുറേ ഫിംഗർ ഓരോ വിരലിങ്ങ് മാറ്റി വെച്ച് നോക്കിയായിരുന്നു, ഏതിലും വന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ തൊട്ട് ഞങ്ങൾ കുറ്റിപ്പാടത്ത് കൊല്ലങ്കോട്ടേക്ക് വന്ന റോഡാണ് കേട്ടോ. കണ്ട ആകെപ്പാട് ഫുൾ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. ഇവിടെ കണ്ട വലിയൊരു കുളം പോലെ മണ്ണെടുത്തിരിക്കട്ടെ. അവിടെ എന്തോ പണി ചെയ്യാൻ വേണ്ടിയിട്ട്. നൈറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബൈക്കൊക്കെ പെട്ടെന്ന് വീഴാൻ സാധ്യത. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഇതാ. ഇവിടെ നിന്ന് കൊല്ലങ്കോട് വരെ റോഡ് ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശമാണ്. അപ്പോൾ ഈ പാടത്തിൻ്റെ അപ്പുറത്തൂടെ ഞങ്ങൾ വന്നേ, ആ ഇതിൻ്റെ അപ്പുറത്തൂടെ ഞങ്ങൾ വന്നേ. അത് വീട്ടിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡ്, ഇത് മെയിൻ റോഡ്. ഇത് കൊല്ലങ്കോട്ടേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. ഈ ഭാഗത്തെല്ലാം നെൽപ്പാടമെല്ലാം കൊയ്ത് കഴിഞ്ഞു. മെഷീനാണ് കൊയ്തേക്ക്. ഫുൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഫുൾ വെള്ളമൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ ആ ടവർ പോകുന്ന അറ്റത്തൂടെ ഞങ്ങൾ വന്നേ. കനാൽ റോഡൊക്കെ ആയിട്ടാണ് വന്നേ. പിന്നെ ഈ പാടത്തിൻ്റെ കുറച്ച് അപ്പുറത്ത് വീടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പറേ സൈഡൊന്നും കൊയ്തിട്ടില്ല, കൊയ്ത്താവുന്നേ ഉള്ളൂ. മഞ്ഞ നിറം ഉണ്ട്, പക്ഷെ ഇനി കുറച്ചുകൂടെ ആവണം. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കൊയ്യുന്നില്ല. പിന്നെ കുറച്ചും കൂടി പഴുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് കൊയ്ത്തൊന്നും നടന്നില്ല. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. ഫുൾ മഞ്ഞ നിറം, നല്ല ഗോൾഡ് നിറമൊക്കെ കാണാൻ. നല്ല മഴക്കാറുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് അടിപൊളിയാണ് കേട്ടോ കാണാൻ. കുറേ ദിവസം മുന്നേ, ഒരു 3 മാസം മുന്നേ ഫുൾ പച്ച നിറമാണ്. ഇപ്പം അങ്ങനെ ഫുൾ ഗോൾഡ്. അമ്മയും ഹൗസ് ഇങ്ങനെ ഇരിക്കുമോ. പാവം അവർക്ക് മസ്റ്ററിങ് ചെയ്യാൻ പറ്റില്ല, 2 പേർക്കും തമ്പ് വെച്ചിട്ട് വന്നില്ല. അപ്പോൾ ഞങ്ങൾ അക്ഷയക്ക് പോവാം കേട്ടോ. അക്ഷയയിൽ പോയ വേറെ ആധാർ പുതിയത് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോകും. അവിടെ പോയാൽ എന്താണ് അവസ്ഥ എന്ന് അറിയത്തില്ല. അമ്മയ്ക്കാണെങ്കിൽ ഇറങ്ങാനും കയറാനും
ഒട്ടും വയ്യ. ഇനി അവിടെ പോയാലും അറിയില്ല. വാവസിന് നല്ല രസം. വാവസ് ഇങ്ങ് സൈഡിൽ നിന്ന് ഫുൾ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ട്. ഇങ്ങ് ആ പാടത്തിന്റെ വരമ്പിൽ ഫുൾ തെങ്ങും കൃഷി. ആ 2 ചേട്ടന്മാരിങ്ങ് അവിടെ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക റോഡ് സൈഡ്. ഇവിടെ ഫുൾ ഇതാട്ടോ റോഡിന്റെ അപ്പുറം ഇപ്പുറയും നെൽകൃഷിയും പിന്നെ തെങ്ങൊക്കെയാണ് കേട്ടോ. നല്ല വൈബാ കാണാന്. കുറേ ദിവസം മുന്നേ പച്ച, ഇപ്പൊ എങ്ങും മഞ്ഞ. അടിപൊളിയാന്ന് വെച്ചാൽ അടിപൊളി നമ്മുടെ പ്ലേസ്. കൊല്ലങ്കോട് എന്ന് വെച്ചാലേ അടിപൊളി പ്ലേസ് അല്ലേ. കുറച്ച് അങ്ങോട്ട് പോയി ഇതിനേക്കാൾ നല്ല വൈബാട്ടോ ഗായ്സ്. ഇതാട്ടോ നമ്മുടെ പുഴയാട്ടോ. പുഴയിൽ ഒട്ടും വെള്ളമൊന്നും ഇല്ല, കുറച്ച് വെള്ളം വരത്തുള്ളൂ. ഫുൾ മഴ വന്നാൽ മാത്രമേ വെള്ളം വരത്തുള്ളൂ. അവിടെയും കുറേയൊക്കെ തെങ്ങുണ്ട്, കുറേ കൃഷി അങ്ങ് ഉണ്ട് കേട്ടോ. ഒരു പയ്യൻ ഇങ്ങ് വരുന്നത് എന്തോ ലേസെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ട് വരിക ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇതൊരു കൊച്ചു വീഡിയോ ആണ് ഗായ്സ്. ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളി വീഡിയോ കാണാം.